ഇന്നലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ചർച്ചയായി വന്നത് ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര തന്നെയാണ്. ഇതിൽ നടപടി വരുമോ എന്നത് തന്നെയാണ് ചോദ്യം. TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിലപാട് നിർണായകമാണ്. മാത്രമല്ല DGPക്ക് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ADGP MR അജിത് കുമാർ ട്രാക്ടറിൽ നടത്തിയ നിയമവിരുദ്ധ യാത്ര അത് ADGP MR അജിത് കുമാറിന് ഒരു തരത്തിലും പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ പോലീസിന്റെ നിലപാട്. ഒരു പോലീസിന്റെ ട്രാക്ടർ ഓടിച്ച ഡ്രൈവറെ ബലിയാടാക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി ഈ യാത്ര മനഃപൂർവ്വമാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ശബരിമലയുടെ ഒരുപാട് കാലം ചുമതല വഹിച്ച ഓഫീസർ എന്ന നിലയിൽ എവിടെയൊക്കെ CCTV ഉണ്ട്, എവിടെയൊക്കെ CCTV ഉള്ളത് വർക്ക് ചെയ്യുന്നില്ല എന്നതൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ് MR അജിത് കുമാർ. അതുകൊണ്ട് CCTV ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ADGP MR അജിത് കുമാർ ട്രാക്ടറിലേക്ക് കയറിയതും ഇറങ്ങിയതും എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ MR അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് കോടതിക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും MR അജിത് കുമാറിനെ പോലീസ് സംരക്ഷിക്കുമ്പോഴും ഹൈക്കോടതി സംരക്ഷിക്കില്ല എന്നുള്ളത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ വരാനുള്ളത്. കാരണം തെളിവുകളെല്ലാം ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു പോലീസുകാരനെ എങ്ങനെ ബലിയാടാക്കി എന്നുള്ളതാണ്. പോലീസിന്റെ ഔദ്യോഗിക ട്രാക്ടറാണ് അവിടെ ശബരിമലയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായ യാത്രയ്ക്ക് പോലീസിന്റെ വാഹനം തന്നെ ഉപയോഗിച്ചിട്ടും അത് MR അജിത് കുമാറിന് കുരുക്കാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ പ്രതി ചേർത്ത പോലീസുകാരന്റെ തന്നെ പേരല്ലാതെ മറ്റ് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും പോലീസിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം അവർ തന്നെ ഇട്ട FIR-ൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും MR അജിത് കുമാറിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉറപ്പായും അത് തുടരുകയാണ്. ഹൈക്കോടതിയിൽ ആ കേസ് വരും. സാധാരണ ശബരിമല കേസുകൾ വളരെ ഗൗരവത്തോടെയാണ് ഹൈക്കോടതിയുടെ കേസുകൾ പരിഗണിക്കുന്ന ശബരിമലയുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ച് കാണുന്നത്. ശക്തമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിനീത, അതുതന്നെയാണ് ADGPക്കെതിരെ നടപടി വരുമോ എന്നതാണ് ചോദ്യം. TV പ്രസാദ് വീണ്ടും വാർത്തകൾക്കായി എത്താം.